സർഫസ് ഏരിയാസ് ആൻഡ് വോളിയത്തിൽ എക്സസൈസ് 13.3 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി 2 ക്വസ്റ്റ്യനും കൂടി നമുക്ക് ബാക്കിയുള്ളൂ. 8th ക്വസ്റ്റ്യനും 9th ക്വസ്റ്റ്യനും രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറേ പ്രാവശ്യം CBSE ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. Water in a canal 6 meter wide and 1.5 meter deep is flowing with a speed of 10 km per hour. How much area will it irrigate in 30 minutes if 8 cm of standing water is needed? ഇവിടെ നമുക്കൊരു കനാൽ തന്നിട്ട് ആ കനാലിലൂടെ വെള്ളം ഒഴുകുന്നു. ആ കനാലിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ആഴം അതാണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുക. ഹൈറ്റ് ഇവിടെ നമുക്ക് എത്രയാണ് തന്നിട്ടില്ല, 1.5 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവർ ആണ്. ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ ഇതിലാണ് അത് പോയി ആ വെള്ളം ഫ്ലോ ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, അതുപോലെ അതിലൂടെ ഒഴുകുന്ന വെള്ളം, ഇപ്പോൾ ഒരു കനാല്, ആ കനാലിലൂടെ വെള്ളം ഒഴുകുന്നു. അത് നമ്മൾ ഒരു ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, അതിലൂടെ വരുന്ന വെള്ളം. അപ്പോൾ ആ ലാൻഡ് ഇറിഗേറ്റ്, ഹൗ മച്ച് ഏരിയ വിൽ ഇറ്റ് ഇറിഗേറ്റ്, അതിൽ 8 സെൻറ്റിമീറ്റർ. ആ വെള്ളത്തിൻ്റെ ഹൈറ്റ് നമ്മൾ അവിടെ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഏരിയയിൽ ആ വെള്ളം കൊണ്ട് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ കഴിയും, അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈക്വലായിട്ട് എടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ വോളിയം, അതായത് കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഫ്രം ദ കനാൽ ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ നമ്മളിപ്പോൾ ഇതിൽ കളക്ട് ചെയ്തെന്ന് വെച്ചാൽ ആ കളക്ട് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് from the canal equal to volume of water, അതായത് ഇറിഗേറ്റർ ഏരിയ, ആ വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് അത് എങ്ങനെയായിട്ട് എഴുതാം, നമുക്ക് ഏരിയ ഓഫ് ലാൻഡ്, നമുക്ക് ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ആണ് കാണേണ്ടത്. ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഇൻറ്റു ഹൈറ്റ്, അവിടെ എത്ര ഹൈറ്റിലാണ് സ്റ്റാൻഡിങ് വാട്ടറിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അത് തന്നെയാണ് അതിന്റെ വോളിയം. അപ്പൊ രണ്ടിന്റെയും വോളിയാണ് ഇവിടെ ഈക്വൽ ആവുന്നത്. വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഫ്രം ദ കനാൽ, കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ അതിലൂടെ വരുന്ന വെള്ളമാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വോളിയം ആയിരിക്കും ഇവിടെ ഈക്വൽ ആവുക. വോളിയം ഈക്വൽ ആവുമ്പോൾ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ആണ് കാണേണ്ടത്. ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഇൻറ്റു ഹൈറ്റ്, അതായത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് തന്നെയാണ് അവിടെ വരുന്നത്. ഇവിടെ നമുക്ക് കാണേണ്ടത് L ഇൻറ്റു ബി ആണ്, ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ്. അപ്പോൾ L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്താണ്, വോളിയം തന്നെ. ഇനി ഇതിൽ നമുക്ക് കനാലിൻ്റെ നമുക്ക് വോളിയം കിട്ടണം. വോളിയം കാണാൻ വേണ്ടി അതും എന്താണ്, L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് രണ്ടും ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഇത് ക്യാപിറ്റൽ എച്ച് എന്ന് കൊടുക്കാം. L ലെങ്ത് ഓഫ് വാട്ടർ, ലെങ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഇവിടെ, ലെങ്ത് ഓഫ് വാട്ടർ ഈക്വൽ ടു, ഇവിടെ ലെങ്ത് ഓഫ് വാട്ടർ നമുക്ക് എങ്ങനെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഒരു കനാലിൽ ഇതിൽ വെള്ളം ഒഴുകുന്നു. ആ വെള്ളത്തിൻ്റെ അതാണ് ലെങ്ത് ഓഫ് വാട്ടർ ആയിട്ട് എടുക്കുന്നത്. ലെങ്ത് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക, സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്. എത്രയാണ് ടൈം, ഈക്വൽ ടു 30 മിനിറ്റ് ആണ്. അപ്പോൾ 30 മിനിറ്റിൽ എത്ര വാട്ടർ അതിലൂടെ വരുന്നു, അത് എത്ര ഏരിയയിൽ ഇറിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ പെർ അവർ ആണ്. പെർ അവർ ഇൻറ്റു 30 മിനിറ്റ്. അപ്പോൾ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ മിനിറ്റ് എന്നുള്ളത് നമ്മൾ അവറിലേക്ക് മാറ്റണം, ഡിവൈഡ് ബൈ 60. മിനിറ്റിനെ അവേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ബൈ 60 ചെയ്യാം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ആ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ലെങ്ത് ഓഫ് വാട്ടർ നമ്മൾ ആയിട്ട് എടുക്കുന്നത്. ലെങ്ത് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എത്രയാണ്, 10 കിലോമീറ്റർ പെർ അവർ. ടൈം 30 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. 30 മിനിറ്റിന് നമ്മൾ അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ ഇവിടെ ബാക്കി എല്ലാ യൂണിറ്റും നമുക്ക് എന്തിലാണുള്ളത്, മീറ്ററിലാണുള്ളത്. അപ്പോൾ ഈ കിലോമീറ്ററിനെ എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10 ഇൻറ്റു 1000 ഇൻറ്റു 30/60. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കാം. 2i ഇത് 5. അപ്പോൾ 5000 മീറ്റർ ആണ് നമുക്ക് എത്ര
ഈ ലെങ്ത് ഓഫ് വാട്ടർ എൽ എന്ന് പറയുന്നത് 5000 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ആ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഫ്രം ദ കനാൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. എൽ 5000, ബി എന്ന് പറയുന്നത് 6, ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ. അത് ഏതിന് ഈക്വൽ ആണ്? ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്റ്റാൻഡിംഗ് വാട്ടർ. ഹൈറ്റ് ഓഫ് സ്റ്റാൻഡിംഗ് വാട്ടർ എത്രയാണ്? 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ആ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ 100 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആക്കിയിട്ട് എൽ ഇൻറ്റു ബി കാണുക വേണ്ടു. അതായത് വോളിയം ഓഫ് വാട്ടർ, കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ വോളിയം, നമ്മൾ ഒരു വെള്ളം കളക്ട് ഇറിഗേറ്റഡ് ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ എടുക്കുന്ന അതിന്റെ വോളിയം ആണ് ഈക്വൽ ആവുന്നത്. വോളിയം എന്ന് പറയുന്നത് അതിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് എൽ ഇൻറ്റു ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഫ്രം ദ കനാൽ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. 5000 ഇൻറ്റു ബി എത്രയായിരുന്നു? 6 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 1.5 ആണ്, ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് എൽ ഇൻറ്റു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എൽ ഇൻറ്റു ബി ഈക്വൽ ടു 5000 ഇൻറ്റു 6 ഇൻറ്റു 1.5 ഇൻറ്റു 100. ഈ 100 ഇങ്ങോട്ടേക്ക് പോകും, ഡിവൈഡ് ബൈ 8. ഇനി ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതിന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3, ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 25. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 25 3ഉം 75. 75 ഇൻറ്റു 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 2 37 5 7. അപ്പോൾ 5 12 1 11 1125 ആണുള്ളത്. 1125 ഇൻറ്റു 5. അപ്പോൾ 5 2 12 1 6 5 5 6 2 5. ഇവിടെ ഒരു പ്ലേസ് 3 0 ഉണ്ട്. അപ്പോൾ ഒരു 0 പോയിന്റ് പോകാൻ വേണ്ടി എടുത്തു. അപ്പോൾ ഇത്രയാണ് ഏരിയ. ഇത് നമുക്ക് മീറ്റർ സ്ക്വയറിലാണ് കിട്ടുന്നത്. ഇതിനെ വേണമെങ്കിൽ ഹെക്ടേഴ്സിലേക്ക് മാറ്റാം. ഹെക്ടേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഈക്വൽ ടു ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഈക്വൽ ടു 562500 ഡിവൈഡ് ബൈ 10,000. അപ്പോൾ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 0 ക്യാൻസലായി 56.25 ഹെക്ടേഴ്സ് കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ. 9th question. A farmer connects a pipe of internal diameter 20 centimeter. അവിടെ പൈപ്പിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. പിന്നെ എന്തൊക്കെയാണ്? ഫ്രം എ കനാൽ ഇൻറ്റു എ സിലിണ്ട്രിക്കൽ ടാങ്ക് ഇൻ ഹിസ് ഫീൽഡ്. അതായത് ഇവിടെ നമുക്ക് പൈപ്പാണ്, ഒരു പൈപ്പ്, അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 20 സെന്റിമീറ്റർ കണക്ട് ചെയ്യുന്നു. അതായത് ഒരു സിലിണ്ട്രിക്കൽ ടാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ സിലിണ്ട്രിക്കൽ ടാങ്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വിച്ച് ഈസ് 10 മീറ്റർ ഇൻ ഡയമീറ്റർ. ഈ സിലിണ്ട്രിക്കൽ ടാങ്കിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഡയമീറ്റർ 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഹൈറ്റ് 2 മീറ്റർ ഡീപ്പ് എന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ഡീപ്പ്. ഇഫ് വാട്ടർ ത്രൂ ദ പൈപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് 3 കിലോമീറ്റർ പെർ അവർ. അത് അവിടെ സ്പീഡ് തന്നിട്ടുള്ളത്, സ്പീഡ് 3 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുള്ളത്. ഇൻ ഹൗ മച്ച് ടൈം വിൽ ദ ടാങ്ക് ബി ഫിൽഡ്. ഇവിടെ നമുക്ക് എത്ര ടൈമിലാണ് ഈ ടാങ്ക് ഫിൽ ചെയ്യുക. അതായത് ഒരു ഫാമർ കണക്ട് ചെയ്യുന്നു പൈപ്പ്. ഇവിടെ പൈപ്പാണ്. പൈപ്പ് എന്ന് പറഞ്ഞാൽ അത് സിലിണ്ടറിക്കൽ ഷേപ്പിൽ എടുക്കുക. ആ പൈപ്പ് നമ്മൾ ഒരു സിലിണ്ടറിക്കൽ ടാങ്കുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ കൂടെ വരുന്ന വെള്ളം ഇത് എത്ര ടൈമിലാണ് ഈ സിലിണ്ടറിക്കൽ ടാങ്ക് നിറയാന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഈക്വൽ? ഇതിലൂടെ വരുന്ന വെള്ളം എത്ര ടൈം കൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ടൈം നമുക്ക് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ടായിരിക്കും ഇതിൽ നിറയുന്നത്. അതായത് ഈ പൈപ്പിന്റെ വീതി ഇതനുസരിച്ചിരിക്കും. അത് വലിയ പൈപ്പാണെങ്കിൽ പെട്ടെന്ന് നിറയും. അപ്പോൾ ഈ പൈപ്പിന്റെ എന്തറിയണം? നമുക്ക് അതിലൂടെ വരുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാന്നുള്ളത് അറിയണം. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ അതായത് ഈ പൈപ്പിലുള്ള വോളിയം, അതിന്റെ വോളിയം ഇതിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് എത്ര ടൈം
അപ്പം വോളിയം ഓഫ് വാട്ടർ ത്രൂ ദ പൈപ്പ്, ഇവിടെ നമ്മൾ എടുക്കേണ്ടത് വോളിയം ഓഫ് വാട്ടർ ത്രൂ ദ പൈപ്പ് എത്ര ടൈമിലാണെന്ന് അറിയില്ല, ടി മിനിറ്റ്സ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക്. ഈ ടാങ്കിലുള്ള വെള്ളത്തിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. എത്ര മിനിറ്റിലാണ് ഇതിലൂടെ വരുന്ന വെള്ളം, അതായത് ഇതിന്റെ രണ്ടിലെ എത്ര ടൈമാന്നുള്ളത് നമുക്ക് അറിയില്ല. ഇപ്പോൾ 20 മിനിറ്റ് ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഇത് അറിയുന്നു. അപ്പൊ ആ ഇത് അറിയാത്തതുകൊണ്ട് ലെറ്റ് നമ്മളിവിടെ ലെറ്റ് ടി ബി ദ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക് ആയിട്ട് എടുക്കുന്നു നമ്മൾ. ഫിൽ ദ ടാങ്ക്. ലെറ്റ് ടൈം അറിയാത്തതുകൊണ്ട് ടൈമാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ടൈം തന്നിരുന്നു, ഏരിയ ഇറിഗേറ്റഡ് ആയിരുന്നു കാണുന്നത്. എല്ലാത്തിലും ഇവിടെ എന്താണ് നമുക്ക് ഈക്വൽ ആവുന്ന, വോളിയാണ് ഈക്വൽ ആവുന്നത്. അപ്പോൾ വോളി ഈക്വൽ ആവും. പക്ഷെ ഇവിടെ എത്ര ടൈം കൊണ്ടാണ് ഈ ടാങ്ക് നിറയാൻ എടുക്കുന്നത്, ആ ടൈമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ടൈം അറിയാത്തതുകൊണ്ട് ലെറ്റ് ടി ബി ദ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക്. ടി മിനിറ്റ് കൊണ്ടാണ് ഈ ടാങ്ക് നിറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യും. അതിനുശേഷം ഇതിന്റെ വോളിയം, അതായത് ടി മിനിറ്റ്സിൽ ഈ പൈപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൽ വെള്ളം നിറയുന്ന അതിന്റെ വോളിയത്തിന്, അതിലുള്ള വെള്ളത്തിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ടും ഇവിടെ സിലിണ്ടർ തന്നെയാണ്. അപ്പോൾ ആ ഡിഫറൻസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്, പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ ഇതിലുള്ളത് നമ്മൾ പൈ ആർ സ്ക്വയർ എച്ച്, അത് ഇൻറ്റു ടൈം. ആ ടൈം നമുക്കറിയില്ല. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അത് ഇതിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്, പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ രണ്ടിന്റെയും നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. പൈ ആർ സ്ക്വയർ എച്ച് ഈക്വൽ ടു എത്ര ടൈം കൊണ്ടാണോ അത് എഴുതുക. അപ്പൊ ഇതിൽ ഹൈറ്റ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അതായത് അവിടെ എന്താ തന്നിട്ടുള്ളത്, സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 3 km/h ആണ്. അപ്പൊ നമുക്ക് അവിടെ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം 3t ആയിട്ടാണ് ഡിസ്റ്റൻസ് വരിക. അങ്ങനെയാണ് ഇവിടെ h എന്ന് പറയുന്നത് 3 × t ആയിട്ട് വരും. അല്ലെങ്കിൽ ലെങ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി, 1 ഹവറിലാണ് 3 കിലോമീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അവിടെ ഹൈറ്റ് ആയിട്ട് എടുക്കുക. അത് തന്നെയാണ് ഇതിലൂടെ വരുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ പൈപ്പ്, നേരത്തെ കനാൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്, ലെങ്ത് ഓഫ് വാട്ടർ, അതായത് അതായിട്ട് എടുത്തത്. സ്പീഡ് പെർ അവറിൽ നമുക്ക് എത്രയായിരുന്നു, അവിടെ 10 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 10 കിലോമീറ്റർ ആയിട്ട് എടുത്തു. ഇവിടെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ എന്തായിരിക്കും, ഹൈറ്റ് ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആയിട്ട് എടുക്കുക. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുക. സെന്റിമീറ്ററിലാണ് ഇവിടെ ഉള്ളത്, ഇത് മീറ്ററിലാണ്. അപ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 കിലോമീറ്റർ എന്ന് പറയുന്നത് h = 3 കിലോമീറ്റർ എന്ന് പറയുന്നത് 3 × 1000. അപ്പൊ ഇത്രയും മീറ്റർ ആയി, 3000 മീറ്ററിന് നമുക്ക് അവിടെ കിട്ടി h. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ്, ടാങ്കിന്റെ ഹൈറ്റ് എത്രയാണ്, 2 മീറ്ററിന് തന്നിട്ടുണ്ട്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഡയമീറ്റർ 10 മീറ്റർ ആണെങ്കിൽ റേഡിയസ് നമ്മൾ ക്യാപിറ്റൽ R ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ക്യാപിറ്റൽ R = 10/2 = 5. അപ്പോൾ ക്യാപിറ്റൽ R 5 ആയി. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. സ്മോൾ r 20 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ 20/2 ഡയമീറ്റർ ആണ് 20 സെന്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 20 സെന്റി. അപ്പോൾ 10 സെന്റിമീറ്റർ 10/100 എന്ന് പറയുമ്പോൾ അവിടെ 0.1 മീറ്റർ എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടൈം കാണണം. ടൈം എന്ന് പറയുന്നത് ഇതിന്റെ വോളിയം ഓഫ് ടാങ്ക് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഈ പൈപ്പിന്റെ വോളിയം. അപ്പോൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ടൈം എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ടൈം കാണാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നു, ടൈം ഈക്വൽ ടു, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 × R എത്രയായിരുന്നു, 0.1 സ്ക്വയർ ഇൻറ്റു h എത്രയാണ്, 3000 ഇൻറ്റു ടൈം ഈക്വൽ ടു പൈ ഇൻറ്റു അവിടെ R സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 5 സ്ക്വയർ ഇൻറ്റു h എന്ന് പറയുന്നത് 2. അപ്പോൾ ഇവിടെ പൈ ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ടൈം ഈക്വൽ ടു എങ്ങനെ എഴുതാം, 25 × 2 ഡിവൈഡ് ബൈ 3000
ഇൻറ്റു 0.1 ഇൻറ്റു 0.1 എന്ന് വരും. അപ്പോൾ ഇവിടെ 2 0 നമ്മൾ എന്ത് ചെയ്യുക, 0.1 പോയി. അപ്പോൾ 30 ആണുള്ളത്. അതായത് 25 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 30 ആണുള്ളത്. 30 ആകുമ്പോൾ ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇത് 6, ഇത് 5 ആയി, ഇത് അതുപോലെ 3. അപ്പോൾ 5/3 അവർ ആണ് നമുക്ക് കിട്ടുന്നത്. 5/3 അവർ എന്ന് പറയുമ്പോൾ നമുക്ക് മിനിറ്റിൽ, മിനിറ്റിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 5/3 അതായത് ഹവറിനെ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യുക, ഇൻറ്റു 60 ആണ്. അപ്പോൾ ഇൻറ്റു 60, 5/3 ഇൻറ്റു 60. അപ്പോൾ ഇൻറ്റു 60 ആകുമ്പോൾ 100 മിനിറ്റ് ആണ് വരിക. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 100 മിനിറ്റ് ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, രണ്ടിൻ്റെയും വോളിയാണ് നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കേണ്ടത്. ലെങ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, അതായത് 1 അവറിൽ അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ടാവും, അതാണ് അതിൻ്റെ ലെങ്ത് ഓഫ് വാട്ടർ ആയിട്ട് എടുക്കേണ്ടത്. കനാലിൻ്റെ കേസിൽ നമുക്ക് L ഇൻറ്റു കനാൽ നമ്മൾ ക്യൂബേർഡ് ഷേപ്പിൽ, അതായത് 8th ക്വസ്റ്റ്യനിൽ നമ്മൾ ക്യൂബേർഡ് ഷേപ്പിൽ എടുത്തതുകൊണ്ട് L ഇൻറ്റു B ഇൻറ്റു H. ഇവിടെ നമുക്ക് രണ്ടും സിലിണ്ടറിക്കൽ, അതായത് പൈപ്പും സിലിണ്ടറിക്കൽ ഷേപ്പാണ്, നമ്മൾ കളക്ട് ചെയ്യുന്ന ടാങ്കും സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ രണ്ടും πr²h ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ H ആണ് നമ്മൾ 3 കിലോമീറ്റർ, അതായത് 3000 മീറ്റർ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. ഇതിൽ കാണുന്നത് ടൈമാണ്. ടൈം എന്ന് പറയുന്നത് എത്ര ടൈമിലാണ് ഈ ടാങ്ക് നിറയുന്നത്, അതാണ് നമുക്ക് കാണേണ്ടത്. അത് T ആയിട്ട് എടുത്തു. അപ്പോൾ T എന്ന് പറയുന്നത് ഇതിൻ്റെ വോളിയം ഡിവൈഡ് ബൈ പൈപ്പിൻ്റെ വോളിയം ചെയ്യാം. അപ്പോൾ നമുക്ക് അവറിലാണ് ആൻസർ കിട്ടുന്നത്. അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. 5/3 ഇൻറ്റു 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മിനിറ്റ്. അപ്പോൾ ടൈം 100 മിനിറ്റ് എന്ന് കിട്ടി. അപ്പോൾ ഈ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയം എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഇതിൽ ഇത്രയും ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഫ്രസ്റ്റം ഇല്ല, അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.